എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ചിന്തയിലെ ചില വൈകല്യങ്ങളെക്കുറിച്ചാണ്. യുക്തിരഹിതമായ ചില ചിന്തകളാണ് നമ്മളെ ഓരോ വിഡ്ഢിത്തങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ലോജിക്കൽ ഫാലസീസ് എന്നാണ് ഇതിന് പറയുക. യുക്തിരഹിതമായ ചിന്തകൾ. നിങ്ങളൊരു എക്സാമിന് പോയി, അപ്പോൾ ആ എക്സാം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞ് ഒരു മാസത്തിനൊക്കെ ശേഷമായിരിക്കും നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് വളരെ ഈസിയായി അനുഭവപ്പെട്ടു. ആ ജോലി നിങ്ങൾക്ക് ശരിയാവുകയും ചെയ്തു. പിന്നെ നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിന് ഇട്ട അതേ ഡ്രസ്സ് തന്നെയാണ് നിങ്ങൾ അന്ന് പരീക്ഷയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡ്രസ്സ് ഇട്ടിട്ട് പോയപ്പോൾ എക്സാമും ഈസിയായി, ഇൻ്റർവ്യൂ ഈസിയായി. അപ്പോൾ നിങ്ങളിങ്ങനെ കരുതും, ആ ഡ്രസ്സ് എൻ്റെ ലക്കി ഡ്രസ്സാണ്, അത് ഇട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പോസിറ്റീവായ ഔട്ട്കമാണ് കിട്ടുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. അപ്പോൾ നമ്മൾ ആ ഡ്രസ്സിനെ ലക്കി ഡ്രസ്സായി കണക്കാക്കുന്നു. പിന്നെ വേറെ ഏതെങ്കിലും കാര്യത്തിന് പോകുമ്പോൾ നമ്മൾ പർപ്പസ്ഫുള്ളി ആ ഡ്രസ്സ് ഇടാൻ ശ്രദ്ധിക്കും. ഇത് നേരെ തിരിച്ച് സംഭവിക്കും. ചിലപ്പോൾ നമ്മൾ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് പോയി, അപ്പോൾ ആ ഇൻ്റർവ്യൂ വളരെ മോശമായിരുന്നു. പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം വേറൊരു ഇൻ്റർവ്യൂവിന് പോയി, അപ്പോൾ അതും വളരെ മോശമായിരുന്നു. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്, ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് 2 ഇൻ്റർവ്യൂവിനും പോയത്, അപ്പോൾ രണ്ടും മോശമായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സിന് എന്തോ കുഴപ്പമുണ്ട്, ആ ഡ്രസ്സ് ഇട്ടതുകൊണ്ടാണ് ആ ഇൻ്റർവ്യൂ മോശമായത് എന്ന് നിങ്ങൾ കരുതുകയാണ്. പോസ്റ്റ് ഹോക്ക് ഫാലസി എന്നാണ് ഇതിന് പറയുക. ആദ്യത്തെ സംഭവമാണ് രണ്ടാമത്തെ സംഭവത്തിന് കാരണമായത് എന്നുള്ള ഒരു ചിന്ത. നമ്മുടെ ഈ ഫാലസീനെ, ഈ യുക്തിരഹിതമായ ചിന്തേനെ മുതലെടുത്തുകൊണ്ടാണ് പലരും ഇങ്ങനെ ഒരുപാട് പരസ്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ. ഈ റിങ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗ്യം വരും, ഈ മാല ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും, നിങ്ങൾക്ക് പണം കുമിഞ്ഞുകൂടും, ലോട്ടറി അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആഡ്സൊക്കെ കാണാറില്ലേ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ പോസ്റ്റ് ഹോക്ക് ഫാലസീനെ ആശ്രയിച്ചിട്ടാണ് അതൊക്കെ നടക്കുന്നത്. അത് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതിനനുസരിച്ച് ഒരുപാട് പൈസയൊക്കെ ചിലവാക്കി അങ്ങനത്തെ ആഭരണങ്ങളൊക്കെ ധരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ചിന്തേനെ ഇന്ന കാര്യം കൊണ്ടാണ് ഇന്നത് സംഭവിച്ചത് എന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ അതിന് നമുക്ക് തെളിവുകളൊന്നുമില്ല, അതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നും അതിനുണ്ടായിരിക്കില്ല. പക്ഷേ നമ്മളങ്ങനെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനെയാണ് പോസ്റ്റ് ഹോക്ക് ഫാലസി എന്ന് പറയുക. പിന്നെയുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഓർമ്മയില്ല, ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വളരെ ട്രെൻഡിങ് ആയിരുന്നു. അത് ഒരുപാട് പേര് ആ സമയത്ത് ആ ഫാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഡയറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, വണ്ണം കുറയ്ക്കാൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോൾ അതിനെപ്പറ്റി അധികമൊന്നും കാണുന്നില്ല. അത് ഫലവത്തായിരിക്കും, പക്ഷെ അത് എല്ലാവർക്കും ഫലവത്തായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ നമ്മൾ നമ്മുടെ ബോഡിക്ക് ആ ഡയറ്റ് അനുയോജ്യമാണോ അല്ലയോ എന്നൊന്നും ചിന്തിക്കാതെ എല്ലാവരും ചെയ്യുന്നു, എല്ലാവരും നല്ലതെന്ന് പറയുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന രീതിയിൽ ചെയ്യാറില്ലേ. ട്രെൻഡിന് പുറകെ പോവുക, അത് ശരിയാണോ അല്ലേ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അങ്ങനെ നമ്മൾ എല്ലാവരും ചെയ്യുന്നു അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്ന രീതിയിൽ ചെയ്യുന്ന അങ്ങനെയുള്ളൊരു ചിന്ത, എന്നാൽ നമുക്കും ചെയ്ത് കളയാം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരില്ലേ, അതിനെയാണ് ബാൻഡ് വാഗൺ ഇഫക്റ്റ് എന്ന് പറയുക. ഇത് എല്ലാ കാര്യത്തിലും നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ അത് എല്ലാവരും ഡോക്ടറും എൻജിനീയറും ആവാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മളും പരീക്ഷകൾ, എൻട്രൻസ് എക്സാമൊക്കെ ഒന്ന് എഴുതി നോക്കും, കിട്ടുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ചിലപ്പോൾ നമുക്ക് ആ കരിയറിനോട് താല്പര്യമൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ എല്ലാവരും ചെയ്യുന്നു അതുകൊണ്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. ട്രെൻഡിങ് ആയ ഡ്രസ്സിൻ്റെ കാര്യങ്ങളിലൊക്കെ കണ്ടില്ലേ, ചില സമയത്ത് ചില ടൈപ്പ് ഓഫ് ഡ്രസ്സ്, ചിലപ്പോൾ അതിൻ്റെ കളർ കോമ്പിനേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ വെയറിങ് സ്റ്റൈലായിരിക്കാം. ചില ഡ്രസ്സ് ചില സമയത്ത് നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ കുറേ പേരിട്ടിരിക്കുന്നത് കാണാം. ആ സമയത്ത് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഡ്രസ്സായിരിക്കും അത്. അപ്പോൾ എല്ലാവരും ആ ട്രെൻഡ് ട്രൈ ചെയ്യുന്നതെന്ന് കരുതി നമ്മളും ട്രൈ ചെയ്യാൻ ചിലപ്പോൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ ചിലപ്പോൾ നമ്മുടെ ബോഡിക്ക് അത് സ്യൂട്ടായിരിക്കൊള്ളണം എന്നില്ല. അപ്പോൾ നമുക്കത് ഓക്കെ ആണോ, നമ്മളതിൽ കംഫർട്ടബിൾ ആണോ, നമ്മളെ അതിൽ കാണാൻ ഭംഗിയുണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് പകരം എല്ലാവരും അത് ഇടുന്നു, അപ്പോൾ അതുകൊണ്ട് അത് ഭംഗിയുണ്ടായിരിക്കും എന്ന് കരുതി നമ്മളും ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നു അതുകൊണ്ട് ശരിയായിരിക്കും എന്ന് കരുതി എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരികയാണെങ്കിൽ, അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ബാൻഡ് വാഗൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്.